സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. ഈശോ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഒരു മലയിലേക്ക് കയറിയിരുന്ന പ്രാർത്ഥിച്ചത്. തിരഞ്ഞെടുത്ത എല്ലാവരെയും മലയിലേക്ക് വിളിച്ചു കയറ്റി, ഉയർന്ന സ്ഥലത്തേക്ക് വിളിച്ചു കയറ്റി. എന്നിട്ട് അവരെല്ലാവരും കൂടി താഴേക്ക് വന്നു, ജനങ്ങളുടെ ഇടയിലേക്ക്. സ്നേഹമുള്ളവരെ, സുവിശേഷം ഈ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മെ എല്ലാവരെയും വേർതിരിച്ച് വിളിച്ചത് ചിലപ്പം ഔന്നത്യത്തിലേക്കായിരിക്കാം. ആ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യാനാണ് നമ്മൾ പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ ഏകജാതനെ അയച്ച് ഏകജാതൻ ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മളും നമുക്ക് വിളി കിട്ടിയവരായിരിക്കാം. പക്ഷേ തലങ്ങളിലേക്ക്, സമതലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മറ്റുള്ളവരുമായി സംവദിക്കേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ അവരോട് സംസാരിക്കുവാൻ, അവർക്ക് സുവിശേഷം പങ്കുവയ്ക്കുവാൻ, അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ എല്ലാ മിനിസ്റ്റേഴ്സിനും കടമയുണ്ട്. ദൈവം ചിലപ്പോൾ നമ്മെ പുരോഹിതനായിട്ടും ഡീക്കനായിട്ടും ഒക്കെ ഉയർത്തിയിട്ടുണ്ടാവാം. എന്നാൽ ആ ഉയർത്തിയിടത്ത് നിൽക്കാനല്ല, മറിച്ച് അവനോടൊപ്പം ഇറങ്ങി വന്ന് സമതലങ്ങളിൽ നിന്ന് ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ എനിക്കും നിനക്കും ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.